അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സാനവിയ വിദ്യാർത്ഥികൾ എല്ലാ വർഷവും ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് നിർവഹിക്കുന്ന ഖുതുബിയത്തിൻ്റെ മജ്ലിസിൻ്റെ ആരംഭ ഭാഗമാണിത്. ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മഹിതമായ ജീവിതത്തിലേക്ക് ചെറിയ രൂപത്തിലൊന്ന് സഞ്ചരിച്ച് വാക്കുകൾക്ക് വിരാമമിടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ പൊരുത്തം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. കേവലമായ ഒരു ജീവിതത്തിൻ്റെ വക്താവല്ല, പ്രൗഢഗംഭീരമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ജീലാനി റളിയല്ലാഹു അൻഹു. ഹിജ്രി കലണ്ടർ പ്രകാരം 470 ജനിച്ചു. ഇറാനിലെ ജീലാനിലെ നൈഫി എന്ന പട്ടണത്തിലായിരുന്നു ജനനം. നീണ്ട 90 വർഷക്കാലം ജീവിച്ചു. 561 ലോകത്തോട് വിട പറയുകയും ചെയ്തു. ആ 90 വർഷക്കാലത്തെ പ്രൗഢഗംഭീരമായ ജീവിതം ഒരല്പസമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്നാലും പഠിതാക്കളായ മക്കൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി 14 പോയിന്റുകളിലൂടെ ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. 14 പോയിന്റ് മാത്രം. ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നിന്ന് പങ്കുവെക്കുമ്പോൾ തന്നെ ആ മഹിതമായ ജീവിതത്തിൻ്റെ ഗാംഭീര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൊന്നാമത്തെ പോയിന്റ് ആ വലിയ കുടുംബത്തിൻ്റെ മഹത്വമാണ്. ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൻ്റെ മഹത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാണ്. വാപ്പയുടെ വഴി നോക്കിയാലും ഉമ്മയുടെ താവഴി നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാണ്. അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅ ആബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ فكنت شمسا وبدرا نورا التمع أنت الأحق لتدعى محي الدين يا محي الدين يا محي الدين يا محي الدين അബ്ദുൽ ഖാദിർ ജീലാനി. ഉപ്പയുടെ പരമ്പര നോക്കിയാൽ ഹസൻ റളിയല്ലാഹു അൻഹുവിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരുന്നു 12ാമത്തെ പേരക്കുട്ടി അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലി ഇബ്നു അബി ത്വാലിബ് വ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹുമ, ഹസനു സിബത്ത്, ഹസനുൽ മുസന്ന, അബ്ദുല്ലാഹിൽ മഹ്ള്, മൂസൽ ജൗന്, അസ്സയ്യിദ് അബ്ദുല്ല, അസ്സയ്യിദ് മൂസ, ദാവൂദ്, മുഹമ്മദ്, യഹ്യ സാഹിദ്, അബ്ദുല്ല, അബൂ സ്വാലിഹ്, മൂസ ജംഗി ദോസ്ത് റളിയല്ലാഹു അൻഹു അജ്മഈൻ. പിന്നെ 12ാമത്തെ പേരക്കുട്ടി ജീലാനി റളിയല്ലാഹു അൻഹു. ഉമ്മയുടെ പരമ്പര എടുത്തു നോക്കിയാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അഥവാ 14ാമത്തെ പേരക്കുട്ടിയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലി ഇബ്നു അബി ത്വാലിബ് വ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹുമ, ഹുസൈൻ റളിയല്ലാഹു അൻഹു, സൈനുൽ ആബിദീൻ, മുഹമ്മദുൽ ബാഖിർ, ജഅഫർ സ്വാദിഖ്, മൂസൽ കാളിം, അലിയുൽ യള, മുഹമ്മദ് ജവാദ്, കമാലുദ്ദീൻ ഈസ, അബുൽ അതായി അബ്ദുല്ലാ, മഹ്മൂദ് മുഹമ്മദ്, അബ്ദുല്ലാഹി സുമഈ, ഉമ്മുൽ ഖൈർ, അമത്തുൽ ജബ്ബാർ ഫാത്തിമ റളിയല്ലാഹു അൻഹാ വഅൻഹും അജ്മഈൻ. പിന്നെ ജീലാനി റളിയല്ലാഹു അൻഹു. അതുപോലെ അവരുടെ ഉപ്പയുടെ ഉമ്മ സലമ റളിയല്ലാഹു അൻഹ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട കുട്ടിയാണ്. ആ നിലക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായും ബന്ധമുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വലിയുപ്പ അബ്ദുല്ലാഹിൽ മഹ്ള് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കുടുംബവുമായി ബന്ധമുള്ളയാളാണ്. അതുകൊണ്ട് ആ ഖലീഫമാരുമായും ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമായി കേൾപ്പിച്ചത് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൻ്റെ മഹത്വമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യുസ്ലിഹു ബി സ്വലാഹി റജുലി സ്വാലിഹി വലദഹു വവലദ വലദിഹി വഹ്ലദു വൈറതിഹി വഹ്ലദു വൈറാത്തിൻ ഹൗല ഫലാ യസാലൂന ഫി ഹിഫ്ളില്ലാഹി മാ ദാമ ഫീഹിം. ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും സ്വലാഹ് കൊണ്ട് അവരുടെ മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളും അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവരും എല്ലാവരും നന്മയുടെ സ്വലാഹിൻ്റെ ഉടമകളായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇനി ആ ജീവിതത്തിലെ രണ്ടാമത്തെ പോയിന്റ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ കുട്ടിക്കാലമാണ്. ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ചെറിയ പ്രായത്തിലെ പൊന്നുപ്പ വിട പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊന്നുമ്മയും അവരുടെ ഉപ്പ അബ്ദുല്ലാഹി സൂമഈ റളിയല്ലാഹു അൻഹുവുമാണ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ പരിചരിച്ചതും അവരെ വളർത്തിയതും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പകർന്നു കൊടുത്തതും. അതുകൊണ്ട് തന്നെ കുഞ്ഞുനാളിലെ ആ മോനിൽ ഒരു മുതഅല്ലിമാവാനുള്ള ഒരു ത്വരയും ഒരു താല്പര്യവും ഉണ്ടായിരുന്നു. അന്ന് ജീലാനിയിലെ നൈഫ് എന്ന പട്ടണത്തിൽ ഒരു ലൈബ്രറിയുമുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള ടർഫ് അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ടുമുണ്ട്. ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ നാട്ടിൽ ഒരു മക്തബയുമുണ്ട്, നല്ല ലൈബ്രറി, കിതാബുകൾ നന്നായുള്ളൊരു ലൈബ്രറിയുമുണ്ട്. അതോടൊപ്പം കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു മൽഅബ്, ഒരു കളിസ്ഥലമുണ്ടായിരുന്നു. ജീലാനി റളിയല്ലാഹു അൻഹു തന്നെ പങ്കുവെക്കുന്നത് കാണാം, എനിക്ക് എൻ്റെ മാനസികമായ താല്പര്യം ആ ലൈബ്രറിയിൽ പോയിരുന്ന് പുസ്തകം വായിക്കാനാണ്. ഞാൻ ആ ലൈബ്രറിയിലേക്ക് എൻ്റെ 10ാം വയസ്സിൽ, എനിക്ക് 10 വയസ്സുള്ള സമയത്ത് ആ ലൈബ്രറിയിലേക്ക് പോകുന്ന സമയത്ത് മലക്കുകൾ എൻ്റെ പിന്നാലെ നടന്നു പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ ലൈബ്രറിയിൽ വന്നിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഒരു അശരീരി എന്നോണം കേട്ടിട്ടുണ്ട്, തമസ്സഖു അനി തവസ്സഹു വ തഫസ്സഹു ലി വലിയില്ല ഹത്താ യജ്ലിസ്. അല്ലാഹുവിൻ്റെ വലിയ വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും വിശാലത ചെയ്തു കൊടുക്കൂ, അദ്ദേഹം ഇരുന്നോട്ടെ എന്ന് ലൈബ്രറിയിൽ ഇരിക്കുന്ന ഞാൻ ഒരു അശരീരി എന്നോണം കേട്ടിട്ടുണ്ട് എന്ന് ജീലാനി റളിയല്ലാഹു അൻഹു തന്നെ പങ്കുവെക്കുന്നത് കാണാം. അതോടൊപ്പം കളിസ്ഥലങ്ങളിലേക്ക് ഞാൻ പോകുന്ന സമയത്തെല്ലാം ഒരു ഉളുവിളി അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു പ്രയോഗം, ഇലാഹുന യാ മുബാറക്, ഇലാഹുന യാ മുബാറക് ഔ ഇലയ്യ യാ മുബാറക്. അള്ളാഹുവിലേക്ക് യാത്ര ചെയ്താൽ മതി, അള്ളാഹുവിലേക്ക് യാത്ര ചെയ്താൽ മതി, ഇവിടെ വന്ന് നീ സമയം ചെലവഴിക്കേണ്ടതില്ല, ഇവിടെ വന്ന് നീ സമയം ചെലവഴിക്കേണ്ടതില്ല എന്ന് കളിസ്ഥലങ്ങളിൽ പോയി കളിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ മനസ്സ് പറയാറുണ്ട്. അപ്പോൾ കുഞ്ഞുനാളിലെ ജീലാനി റളിയല്ലാഹു അൻഹു കൂടുതൽ സമയം ചെലവഴിച്ചത് ലൈബ്രറികളിലാണ്, പുസ്തകങ്ങളോടൊപ്പമാണ്. മുതഅല്ലിമായി വളരാനുള്ള വലിയ ത്വര ആ കുഞ്ഞുനാളിലെ മോനിലുണ്ടായിരുന്നു. അതാണ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ചമൽക്കാരം. ഇനി ആ ജീവിതത്തിലെ 3ാമത്തെ അധ്യായം, ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ പ്രൗഢഗംഭീരമായൊരു ഭാഗമാണ് 3ാമത്തേത്. അഥവാ ഹിജ്രി കലണ്ടർ പ്രകാരം 488-ാം ആണ്ടിൽ സാഹസികതകളും അനുഭവങ്ങളും നിറഞ്ഞൊരു യാത്ര നടത്തി ബഗ്ദാദിൻ്റെ മണ്ണിലേക്ക്. നിങ്ങളും ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ ഒരു വലിയ യാത്ര പോവാനിരിക്കുകയാണ്. യാത്ര കൊണ്ടൊരു മനുഷ്യന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അല്ലാമ ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു യാത്രയുടെ 5 ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ദ്വീപ് നിവാസി വലിയ യാത്ര കഴിഞ്ഞ് വരികയാണവർ. അഗത്തി ദ്വീപിലെ ചെറുചെറുക്കുള്ള ചെറുപ്പക്കാരാണവർ. മർക്കസിനോട് വലിയ ഇഷ്ടമുള്ള മെഹബൂബിങ്ങളാണ്. മർക്കസിന് ധാരാളമായി സഹായിക്കുന്നവരാണ് അവരുടെ കുടുംബങ്ങളൊക്കെ. തഖറബ് അനിൽ ഔതാനി ഫീ താലബിൽ ഉലാ വസാഫിർ ഫഫിൽ അസ്ഫാരി ഖംസൂ ഫവഇദി തഫരീജു ഹമ്മിൻ വക്തിസാബു മഈശതി വഇൽമുൻ വആദാബുൻ വസുഹബാതു മാജിദി. അഥവാ ഏതൊരു യാത്രയും നന്നായി യാത്ര ചെയ്തോളൂ. ഏതൊരു യാത്രയിലും 5 നേട്ടങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് മനസ്സിന് ആശ്വാസമുണ്ടാകും. രണ്ടാമത്തേത് ജോലി ആവശ്യാർത്ഥമുള്ള യാത്രയാണെങ്കിൽ നല്ല പണവും കിട്ടും. മൂന്നാമത്തേത് നല്ല ഇൽമ് ശേഖരിക്കാൻ പറ്റും. നാലാമത്തേത് സംസ്കാരങ്ങൾ ഒരുപാട് അടുത്തറിയാൻ കഴിയും. അഞ്ചാമത്തേത് സാലിഹീങ്ങളുമായുള്ള സഹവാസമുണ്ടാകും. ഈ 5 അനുഭവങ്ങളും ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ യാത്രയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 18ാമത്തെ വയസ്സിൽ അഥവാ ഹിജ്രി കലണ്ടർ പ്രകാരം 488-ാം ആണ്ടിൽ ജീലാൻ എന്ന പട്ടണത്തിൽ നിന്ന് ബഗ്ദാദിലേക്ക് യാത്ര പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് പോകുന്നത്? മുതഅല്ലിമാവാൻ വേണ്ടി. പൊന്നുമ്മയോട് പറഞ്ഞു, പൊന്നുമ്മ എനിക്ക് മുതഅല്ലിമാവണം, ബഗ്ദാദിൽ പോയി പഠിക്കണം. ബഗ്ദാദിൽ തന്നെ പോയി ആവശ്യപ്പെടുന്നതിനൊരു കാരണമുണ്ട്. കാരണം അന്ന് വിജ്ഞാനത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു ബഗ്ദാദ്.
വിജ്ഞാനത്തിൻ്റെ സുവർണകാലം ബഗ്ദാദിലേക്ക് ചേർത്തുകൊണ്ടുള്ള കാലമായിരുന്നു. അത്രയും ഏത് വിജ്ഞാനവും ലഭിക്കുമാറ് വിധത്തിൽ മനോഹരമായ ഒരു വിജ്ഞാനത്തിൻ്റെ ഭൂമികയായിരുന്നു ബഗ്ദാദിൻ്റേത്. ഈ അർത്ഥത്തിൽ കുഞ്ഞുനാളിലേ മുത്തഅല്ലിമായി വളരണമെന്ന ത്വരയുള്ളത് കൊണ്ടും ആ വലിയ താല്പര്യം ഇങ്ങനെ മുറിച്ചിച്ച് അവസാന പൊന്നുമ്മയോട് തുറന്നു പറഞ്ഞു, ഉമ്മ എനിക്ക് മുത്തഅല്ലിമാവാൻ പഠിക്കാൻ ബഗ്ദാദിലേക്ക് പോകണം. ആ ഉമ്മ സമ്മതിച്ചു. പറഞ്ഞേക്കുന്ന സമയത്ത് ആ ഉമ്മ പറഞ്ഞു, ഫഹാദ വജ്ഹുൻ ലാ അറാഹു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ഈ മുഖം ഒരുപക്ഷെ ഞാൻ ഇനി കണ്ടുകൊള്ളണമെന്നില്ല. അഥവാ അള്ളാഹ് നിന്നിൽ തവക്കുലാക്കി ഞാൻ എൻ്റെ മകനെ ബഗ്ദാദിൻ്റെ മണ്ണിലേക്ക് പറഞ്ഞേക്കുകയാണ്. ആ യാത്ര ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവുണ്ടാക്കിയ യാത്രയാണ്. യാത്രക്ക് പോകുന്നതിൻ്റെ മുമ്പേ പൊന്നുമ്മ ഒരു 40 ദീനാറ് സ്വർണ്ണ നാണയം ആ കുഞ്ഞുമോൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗത്ത് തുന്നിപ്പിടിപ്പിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞിരുന്നു, കളവ് പറയരുത്. എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോവേണ്ടി വന്നാലും നുണ പറയരുത്, സത്യമേ പറയാവൂ. ഉമ്മാൻ്റെ വാക്ക് കേട്ട് ഉമ്മാക്ക് വാക്കങ്ങോട്ട് കൊടുത്ത് യാത്ര ആരംഭിച്ചു. ആ യാത്രാമധ്യേ ഒരു കൂട്ടം കൊള്ള സംഘങ്ങളെ കാണുന്നു. അവർ പിടികൂടുന്നു. കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ആ കുട്ടി ആത്മാർത്ഥതയോടുകൂടെ സത്യം തുറന്നു പറഞ്ഞു, എൻ്റെ പൊന്നുമ്മ ഇതാ ഇവിടെ 40 ദീനാറ് സ്വർണം തുന്നിച്ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ഭുതത്തോടുകൂടെ കൊള്ളത്തലവൻ ഈ രൂപത്തിൽ ആത്മാർത്ഥതയോടുകൂടെ സത്യം പറയാനുള്ള പ്രചോദനം എന്താണ്? ആ മോൻ്റെ മറുപടി, എൻ്റെ ഉമ്മാക്ക് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട്, കളവ് പറയില്ല, സത്യമേ പറയൂവെന്ന്. ആ സമയത്ത് ആ കൊള്ള സംഘം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഉമ്മാക്ക് കൊടുത്ത വാക്ക് ലംഘിക്കുന്നത് നിങ്ങൾ ഭയപ്പെടുന്നു. ഇത്രയും കാലം അണ്ടകടാഹമാകമാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ലോകമാകമാനം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മാനവ സമൂഹത്തിനുള്ള കരാറ് ലംഘിച്ചാണല്ലോ ഞാൻ ജീവിച്ചത് എന്നും പറഞ്ഞ് ഞങ്ങളിതാ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുന്നു. അവരുടെ പശ്ചാത്താപത്തിന് നിമിത്തമായത് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ബഗ്ദാദിലേക്കുള്ള യാത്രയിലെ സത്യസന്ധതയായിരുന്നു. പിന്നീട് ആ യാത്ര ബഗ്ദാദിലേക്ക് എത്തിച്ചേർന്നു. 73 വർഷം ബഗ്ദാദിൽ താമസിച്ചു. 33 വർഷം മുത്തഅല്ലിമായിട്ടും 40 വർഷം മുദർരിസായും സേവനം ചെയ്തു. ജീലാനി റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിലെ 3-ാമത്തെ അധ്യായം ഞാൻ പറഞ്ഞു. ഇനി ആ ജീവിതത്തിലെ 4-ാമത്തെ അധ്യായമാണ് സാലിഹീങ്ങളുമായുള്ള, ആലിമീങ്ങളുമായുള്ള, ഉസ്താദുമാരുമായുള്ള ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭേദ്യമായ ബന്ധം. അതാ ജീവിതത്തെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഉസ്താദുമാരുമായുള്ള, മഹാന്മാരുമായുള്ള അഭേദ്യമായ ബന്ധം. ബഗ്ദാദിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം നന്നായി ഉപയോഗപ്പെടുത്തി അവിടെയുള്ള ജീവിതം. എത്രയോ ഉസ്താദുമാരെ കിട്ടി. അതിൽ പ്രധാനികളാണ് അബുൽ വഫാഇൽ ഹംബലി റളിയല്ലാഹു അൻഹു, അബുൽ ഖത്താബിൽ ഹംബലി റളിയല്ലാഹു അൻഹു, അബു സഈദിൽ ഹംബലി റളിയല്ലാഹു അൻഹു, അബു സക്കരിയ തിബ്രീസി റളിയല്ലാഹു അൻഹു, അബുൽ ഗാലിബ് അൽ ബാഖിലാനി റളിയല്ലാഹു അൻഹു, അബു സഈദ് അൽ ഖുശൈശി റളിയല്ലാഹു അൻഹു, അബുൽ ഗനായിം അൽ ഫറസി റളിയല്ലാഹു അൻഹു, അബൂ ജഅഫർ റളിയല്ലാഹു അൻഹു, അബൂ ബക്കർ റളിയല്ലാഹു അൻഹു, ഹമ്മാദുദ് ദബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ വലിയ വലിയ അലിമീങ്ങളായ ഉസ്താദുമാരുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചു. പോരാത്തതിന് ബഗ്ദാദിൻ്റെ ഏതൊരു മൂലിൽ ഏത് വലിയുണ്ടെന്നറിഞ്ഞാലും ഉടനെ അവരുടെ അരികിൽ പോയി ദുആ ചെയ്യിപ്പിക്കും. ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ വലിയ ഉയർച്ചക്കു കാരണമായത് അൽ ഗൗസി എന്ന് പേരുള്ള ഒരു വലിയൻ്റെ പൊരുത്തമുള്ള വാക്കാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ നീണ്ട ചരിത്രമാണ്, ചുരുക്കി പറയാം. ജീലാനി റളിയല്ലാഹു അൻഹുവും ഇബ്നു സഖാ എന്ന പണ്ഡിതനും അബ്ദുല്ലാഹി ഇബ്നു അബി ഇസ്റൂനും 3 പേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഗ്ദാദിൻ്റെ ഒരു മൂലയിലെ അൽ ഗൗസ് എന്ന വലിയനെ കുറിച്ച് കേൾക്കുന്നത്. കേട്ടയുടനെ 3 പേരും ആ വലിയനെ കാണാൻ വേണ്ടി യാത്ര തിരിക്കുകയാണ്. അങ്ങനെ യാത്ര പോകുന്നതിൻ്റെ മുമ്പേ 3 പേരും അവരവരുടെ യാത്രാ ലക്ഷ്യങ്ങൾ തുറന്നു പറഞ്ഞു. ഇബ്നു സഖാ എന്ന പണ്ഡിതൻ പറഞ്ഞു, ല അസ്അലന്നഹു മസ്അലതൻ ലാ യദ്രി ലഹാ ജവാബ, ആർക്കും മറുപടി പറയാൻ കഴിയാത്ത അതിസങ്കീർണമായ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് ഞാൻ പോകുന്നത്, ഉത്തരം മുട്ടിക്കാൻ വേണ്ടി. രണ്ടാമതായി അബ്ദുല്ലാഹി ഇബ്നു അബീ ഇസ്റൂന് പറഞ്ഞു, ല അസ്അലന്നഹു മസ്അലതൻ വ അൻദുറു മാ യഖൂലു ഫീഹാ, ഞാനും പോകുന്നത് ഒരു ചോദ്യം ചോദിക്കാനാണ്. ആ ചോദ്യത്തോട് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്.
മൂന്നാമതായി ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഅദല്ലാഹ് മിന്നൻ നസ്അലഹു ശൈആ വനന്തളിറു ബൈന യദൈഹി ബറകത റുയതിഹി. അല്ലാഹ്, ആ വ്യക്തിയോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന്, ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് പടച്ചോനെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ ദുആ വേണം, അദ്ദേഹത്തിൻ്റെ പൊരുത്തം വേണം, അദ്ദേഹത്തിൻ്റെ ബറക്കത്ത് വേണം. ഞാൻ അതിന് വേണ്ടിയാണ് പോകുന്നത്. 3 പേരും വിവിധങ്ങളായ ലക്ഷ്യങ്ങളോടുകൂടെ അൽ ഗൗസ് എന്ന വലിയനരികിലേക്ക് എത്തിച്ചേർന്നു. എന്താണ് വലിയൻ്റെ പേര്? അൽ ഗൗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ. ആ വലിയൻ്റെ മുന്നിൽ എത്തിച്ചേർന്ന ഉടൻ ആദ്യം കാണുന്നത് ഇബ്നു സഖാ എന്ന പണ്ഡിതനെയാണ്. കണ്ട ഉടനെ പറഞ്ഞു, ഇബ്നു സഖാ ലതൽതഹിബു ഫീ വജ്ഹിക നാറുൽ കുഫ്ർ ബിഇസാഅതി അദബിക. ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ വേണ്ടി വന്നതാണല്ലേ, ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ വേണ്ടി വന്നതാണല്ലേ. അതുകൊണ്ട് ഈ അപമര്യാദ കാരണത്താൽ നിന്റെ നെറ്റിത്തടത്തിൽ സത്യനിഷേധത്തിൻ്റെ തീജ്വാല ജ്വലിക്കുന്നത് ഞാൻ കാണുന്നു. രണ്ടാമതായി അബ്ദുല്ലാഹി ഇബ്നു അബീ ഇസ്റൂനിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, യാ അബ്ദുല്ലാഹ് ലതഖിറന്ന ദുനിയ ഇലാ ശഹ്മതി ഉദ്നൈക ബിസാതി അദബിക. അബ്ദുല്ലാഹ്, നീയും എന്നോട് ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ പരിശോധിക്കാൻ വേണ്ടി വന്നതാണല്ലേ. നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങൾ ഇതാ, അതിൻ്റെ മറുപടി ഇതാ. ഈ അപമര്യാദ കാരണത്താൽ വൈജ്ഞാനിക മേഖലയിൽ നിന്ന് രാജിവെച്ച് ഏതോ രാജാവിൻ്റെ ഖജാൻജിയായി ദുന്യാവുമായി മാത്രം ബന്ധപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ വരും. മൂന്നാമതായി ജീലാനി റളിയല്ലാഹു അൻഹു കൈപ്പിടിച്ചു, തന്നോടടുപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ആദരിക്കേണ്ടതിനെ ആദരിക്കേണ്ടതെങ്ങനെ, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കേണ്ടതെങ്ങനെ, നിങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള പാഠം ഞാൻ കാണുന്നു. അതുകൊണ്ട് ഭാവിയിൽ നിങ്ങൾ ഔലിയാക്കട നേതാവായി അവരോധിക്കപ്പെടും. ഖദ് ഖുൽത ബിൽ ഇദ്നി മിൻ മൗലാക മുതമിറ ഖദമി അലാ റഖബ തിൽ ഔലിയാഇ തുറ ഫകുല്ലുഹും ഖദ് റളു വലഅല്ലഹ ബുശറ യാ മൻ സമസ്മൻ അലൈഹിം മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി. എല്ലാ മശായിഖമാരുടെ തോളുമ്മൽ ഏകല്ലരുളാലെ എൻ്റെ കാലെന്നോവാർ. ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ഭാവിയിൽ ഔലിയാക്കട നേതാവായി അവരോധിക്കപ്പെടുമെന്ന വലിയ പൊരുത്തം കൊടുത്തു. ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഇബ്നു സഖാ എന്ന പണ്ഡിതൻ ഏതോ നസറാനിയായ രാജാവിൻ്റെ സുന്ദരിയായ പെൺമകളിൽ ആകൃഷ്ടനായി അവൾക്ക് വേണ്ടി മതം മാറി നസറാനി മതം സ്വീകരിച്ച് പിന്നീട് ഈമാനില്ലാതെ ലോകത്തോട് വിട പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അബീ ഇസ്റൂനോ വൈജ്ഞാനിക മേഖലയിൽ നിന്ന് രാജിവെച്ച് ഏതോ രാജാവിൻ്റെ ഖജാൻജിയായി അവരോധിക്കപ്പെട്ട് ദുന്യാവുമായി മാത്രം ബന്ധപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ വന്നു. ജീലാനി റളിയല്ലാഹു അൻഹുവോ കലാന്തരങ്ങളിലൂടെയും യുഗാന്തരങ്ങളിലൂടെയും ആ നാമം ചർച്ച ചെയ്യുമാറ് വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഉയർച്ച നൽകി. ഇനി ആ ജീവിതത്തിലെ 5ാമത്തെ പോയിന്റ്, ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അറിവനുഭവങ്ങളുടെ കലവറയാണ്. ഇൽമിൻ്റെ കേദാരമാണ് ജീലാനി റളിയല്ലാഹു അൻഹു. 33 വർഷമാണ് അദ്ദേഹം ബഗ്ദാദിൻ്റെ മണ്ണിൽ മുതഅല്ലിമായി ജീവിച്ചത്. 5 വർഷമല്ല, 9 വർഷമല്ല, 33 വർഷം ശരീഅത്തിൻ്റെ നാനാവശങ്ങളും വിജ്ഞാനത്തിൻ്റെ നിഖില മേഖലകൾ സംഭരിക്കാൻ വേണ്ടി 33 വർഷം ചെലവഴിച്ചു. ഒരായത്തിന് 40 തഫ്സീർ, അത് പറഞ്ഞ വ്യക്തിയെ ഉദ്ധരിച്ച് പറയാൻ മാത്രമുള്ള കെൽപ്പ് ജീലാനി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ഒറ്റായത്തിന് 40ലധികം തഫ്സീർ പറയുന്നത് കേട്ടിട്ടാണ് അബുൽ ഫറജ് ബിൻ ജൗസി റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ വന്നുകൂടി ജീലാനി റളിയല്ലാഹു അൻഹു മുതഅല്ലിമായി മാറിയത്. അതുപോലെ ഏത് ചോദ്യങ്ങൾ വായിച്ചാലും ഉടനടി മറുപടി പറയുന്ന ശൈലിയാണ്. ഹംബലി മദ്ഹബിലും ഷാഫിഈ മദ്ഹബിലും ഒരുപോലെ ഫത്വ കൊടുക്കാറുണ്ട്. എത്ര സങ്കീർണമായ വിഷയങ്ങളാണെങ്കിലും അത് വളരെ സരളമായി അതിനോട് പ്രതികരിക്കുമായിരുന്നു. ത്വലാഖ് സംബന്ധമായ അതിസങ്കീർണമായൊരു മസ്അല അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്നു. അഥവാ ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ വേണ്ടി ഒരു പദം പ്രയോഗിച്ചു. ഇന്നാലിന്നൊരു ഇബാദത്ത്,
ഞാൻ ആ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ആരും എന്നോടൊപ്പം പങ്കുചേരാൻ പാടില്ല. അങ്ങനെയുള്ളൊരു ഇബാദത്ത് ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ പത്നി വിവാഹമോചിതയാകും എന്നൊരു വാക്ക് പറഞ്ഞുപോയി. പിന്നീട് അദ്ദേഹത്തിന് ഒരു ഖേദം, പറയേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് പരിഹാര വഴി വേണം. ജീലാനി റളിയല്ലാഹുവിന്റെ മുന്നിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഒരു ഇബാദത്ത്, ആ ഇബാദത്ത് ഞാൻ ചെയ്യുന്ന സമയത്ത് ആരും എന്നോടൊപ്പം പങ്കുചേരാൻ പാടില്ല. അങ്ങനെയുള്ളൊരു ഇബാദത്ത് ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ ഭാര്യ വിവാഹമോചിതയാകുമെന്ന് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് പരിഹാരം പറഞ്ഞു തരണം. ജീലാനി റളിയല്ലാഹു പറഞ്ഞു, നേരെ മക്കത്ത് പോയി തവാഫ് ചെയ്യുന്ന സ്ഥലം ആരുമില്ലാത്ത സമയം നോക്കി തവാഫ് ചെയ്തോളൂ. കാരണം ആ ഇബാദത്ത് കൂടെ ആരും ആ സമയത്ത് ചെയ്യാനുണ്ടാവില്ല. നിസ്കാരമാണെങ്കിൽ ആ സമയത്ത് മറ്റെവിടെയെങ്കിലും നിസ്കരിക്കുന്നവരുണ്ടാകും. നോമ്പാണെങ്കിൽ ആ സമയത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നവരാരെങ്കിലും ഉണ്ടാകും. സക്കാത്താണെങ്കിൽ ആ സമയത്ത് സക്കാത്ത് കൊടുക്കുന്നവരാരെങ്കിലും ഉണ്ടാകും. മത്താഫ് തവാഫ് ചെയ്യുന്ന സമയം ആരുമില്ലാത്ത സമയം നോക്കി തവാഫ് ചെയ്തോളൂ. ആ ഒരു ഇബാദത്തിനോട് പങ്കുചേരുന്ന ആരും ഉണ്ടാവില്ല എന്ന് ഉടനടി മറുപടി പറഞ്ഞു. അന്നത്തെ സമൂഹത്തെ അത്ഭുതപ്പെടുത്തി. ഇങ്ങനെ ജീലാനി റളിയല്ലാഹുവിൻ്റെ അറിവിൻ്റെ ആഴം അത്ഭുതമാണ്, വിസ്മയമാണ്, അക്ഷരങ്ങളെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ്. ഇനി ആ ജീവിതത്തിലെ 6ാമത്തെ പോയിന്റ്, ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖാദിരിയ്യ ത്വരീഖത്ത് എന്ന ആത്മീയ സരണിയാണ്. കേട്ടിട്ടില്ലേ? ഖാദിരിയ്യ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ പുതിയ മതം എന്നല്ല അർത്ഥം. മറിച്ച് ഔലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജീവിതത്തെ വളരെ സരളമായി സ്വജീവിതത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത പ്രായോഗിക രീതി എന്നാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ത്വരീഖത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീലാനി റളിയല്ലാഹു അൻഹു നടന്ന വഴി, ജീവിച്ച വഴി, ആ ആത്മീയ സരണി അറിയപ്പെടുന്നത് ഖാദിരിയ്യ സരണി എന്ന പേരിലാണ്. ജീലാനി റളിയല്ലാഹു അൻഹുവിന് ആത്മീയ സരണിക്കു ആദ്യമായി സമ്മതം കൊടുത്തത് ഹമ്മാദുദ്ദബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ഗുരുനാഥനാണ്. പിന്നീട് ആ സമ്മതം പൂർത്തീകരിച്ചത് അബൂ സഈദ് അൽ മുബാറക് അൽ മുഖർരിമി റളിയല്ലാഹു അൻഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ എത്തുന്നൊരു പരമ്പര ആർക്കുണ്ട്? ജീലാനി റളിയല്ലാഹു അൻഹുവിനുണ്ട്. കാരണം ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മുറബ്ബിയായ ഗുരുനാഥനാണ് അബൂ സഈദ് അൽ മുബാറക് അൽ മുഖർരിമി റളിയല്ലാഹു അൻഹു. അവരുടെ ഗുരുനാഥനാണ് അലി ഇബ്നു മുഹമ്മദ് അൽ ഖുറശി റളിയല്ലാഹു അൻഹു. അവരുടേത് അബുൽ ഫറജ് തുറൂസബി റളിയല്ലാഹു അൻഹു. അവരുടേത് അബ്ദുൽ വാഹിദി തൈമി റളിയല്ലാഹു അൻഹു. അവരുടെ ഗുരുനാഥൻ അബൂബക്കർ ഷിബിലി റളിയല്ലാഹു അൻഹു. അവരുടേത് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. അവരുടേത് സരിയു സഖത്തി റളിയല്ലാഹു അൻഹു. അവരുടേത് മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു. അവരുടേത് ദാവൂദ് ത്വാഇ റളിയല്ലാഹു അൻഹു. അവരുടേത് ഹബീബുൽ അജമി റളിയല്ലാഹു അൻഹു. അവരുടേത് ഹസനുൽ ബസരി. അവരുടേത് അലി ഇബ്നു അബി ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു. അവരുടെ എല്ലാം ഗുരുനാഥൻ സയ്യിദുനാ വസനദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ആത്മീയ സരണിയുടെ മനോഹരമായ വഴിയാണത്. എന്താണ് ആ ത്വരീഖത്തിൻ്റെ പ്രത്യേകത? അത് ജീലാനി റളിയല്ലാഹു അൻഹു തന്നെ അവരുടെ പുസ്തകം കിതാബ് ഗുന്യത്ത് എന്ന കിതാബിൽ എഴുതി വച്ചത് കാണാം. എൻ്റെ ത്വരീഖത്ത്, എൻ്റെ ആത്മീയ സരണി എന്ന് പറഞ്ഞാൽ 7 ആയത്തുകളാണ് അതിൻ്റെ ഉള്ളടക്കം. 7 ആയത്താണ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അകക്കാമ്പ് അല്ലെങ്കിൽ നെടും തൂൺ. എന്നിട്ട് ജീലാനി റളിയല്ലാഹു അൻഹു 7 ആയത്തുകൾ ഓതി. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു വഇന്നക ലഅലാ ഖുലുഖിൻ അളീം ലഇൻ ശകർതും ലഅസീദന്നകും യാ അയ്യുഹല്ലദീന ആമനു സ്ബിറൂ വസാബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. 7 ആയത്തോതി ജീലാനി റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, ഈ 7 ആയത്തിൻ്റെ ഉള്ളടക്കമാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അകക്കാമ്പ്. എന്താണ് 7 ആയത്തിൻ്റെ ഉള്ളടക്കം? വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, അഥവാ സ്വന്തം ശരീരത്തോടുള്ള നിരന്തരമായ പോരാട്ടം, ശരീരത്തിൻ്റെ താല്പര്യങ്ങളോടുള്ള നിരന്തരമായ പോരാട്ടം. ശരീരത്തിന് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. ക്ലാസ് കട്ടാക്കാൻ ശരീരത്തിന് വലിയ താല്പര്യമാണ്. പഠിച്ചുകൊണ്ടിരിക്കെ ടർഫുകളിൽ പോയോ അല്ലെങ്കിൽ കളിക്കളങ്ങളിൽ പോയോ കളിക്കാൻ വലിയ താല്പര്യമാണ്. നിസ്കാരം നഷ്ടപ്പെടുത്താൻ താല്പര്യമുണ്ടാകും. അതുപോലെ അപമര്യാദയിൽ പെരുമാറാൻ താല്പര്യമുണ്ടാകും. അതുപോലെ മടിയന്മാരായിരിക്കാൻ താല്പര്യമുണ്ടാകും. മാതാപിതാക്കളോട് മോശമായി പെരുമാറാൻ താല്പര്യമുണ്ടാകും. ഇങ്ങനെ തുടങ്ങി ഇതെല്ലാം ശരീരത്തിൻ്റെ താല്പര്യങ്ങളാണ്. ഫോണിന് അഡിക്റ്റ് ആവാൻ, ഗെയിം കളിക്കാൻ, അല്ലെങ്കിൽ സിനിമ കാണാൻ, മിമിക്രി കാണാൻ, അല്ലെങ്കിൽ കോമഡി കാണാനൊക്കെ ശരീരത്തിന് താല്പര്യമുണ്ടാകും. ശരീരത്തിൻ്റെ താല്പര്യങ്ങളോടുള്ള നിരന്തരമായ പോരാട്ടം, മുജാഹദ, അതാണ് എൻ്റെ ആത്മീയ സരണിയുടെ 1ാമത്തെ നെടും തൂൺ. 2ാമത്തേത്
വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അത് മതി, അള്ളാഹുവിൽ ഏൽപ്പിച്ചാൽ അത് മതി. മൂന്നാമത്തേത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. സൽസ്വഭാവമാണ് അടിസ്ഥാനം, സൽസ്വഭാവമാണ് അടിസ്ഥാനം, സൽസ്വഭാവം. നാലാമത്തേത് ലൈൻ ശക്കർത്തും ലാസീദന്നക്കും. നന്ദിയുള്ള ജീവിതം വേണം. ആരോടെല്ലാം നന്ദി കാണിക്കണമോ, കടപ്പാട് കാണിക്കണമോ, അവരോടെല്ലാം നന്ദിയും കടപ്പാടും കാണിക്കണം. മാതാപിതാക്കളോട് നന്ദി വേണം, ഉസ്താദുമാരോട് നന്ദി വേണം, കൂട്ടുകാരോട് നന്ദി വേണം. ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരോട്, നമുക്ക് സൗകര്യങ്ങൾ ചെയ്തതിനോട് ശുക്ർ വേണം, താങ്ക്ഫുൾ മൈൻഡ് വേണം. അഥവാ നന്ദിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ നാലാമത്തെ നെടും തൂൺ. അഞ്ചാമത്തേത് യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. ക്ഷമ, സഹനം, നല്ല നിശ്ചയദാർഢ്യം വേണം, ക്ഷമയും സഹനവും വേണം. അതാണ് എൻ്റെ ആത്മീയ സരണിയുടെ അഞ്ചാമത്തെ നെടും തൂൺ. ആറാമത്തേത് റളിയല്ലാഹു അൻഹും വറളൂൻ. അള്ളാഹിൻ്റെ പൊരുത്തമുണ്ടോ, ചെയ്യാവുന്നതാണ്, പൊരുത്തമില്ലേ ചെയ്യരുത്. ഏഴാമത്തേത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. സത്യസന്ധത മുറുകെ പിടിച്ചുള്ള ജീവിതം. വാക്കിലോ പ്രവൃത്തിയിലോ ജീവിതത്തിലോ ഒരു ഘട്ടത്തിലും ഒരു സന്ദർഭത്തിലും ഏത് വരരുത്, അസത്യം വരരുത്, കളവ് വരരുത്. സത്യസന്ധത മുറുകെ പിടിച്ചുള്ള ജീവിതം. 7 ആയത്തോതി. ഈ 7 ആയത്തിൻ്റെ ഉള്ളടക്കമാണ് എൻ്റെ ആത്മീയ സരണിയുടെ അകക്കാമ്പ് എന്ന് ആര് വിശദീകരിച്ചു? ജീലാനി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു. ഇപ്പം എത്ര പോയിന്റുകൾ പറഞ്ഞു? 6 പോയിന്റുകൾ പറഞ്ഞു. ഇനി 7ാമത്തേത് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസംഗങ്ങളുടെ മികവാണ്, പ്രഭാഷണങ്ങളുടെ ചമൽക്കാരമാണ്. ഏതൊരാളെയും ഹഠാത് ആകർഷിക്കുന്ന പ്രസംഗമായിരുന്നു ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റേത്. മുസ്ലിമീങ്ങൾ മാത്രമായിരുന്നില്ല ശ്രോതാക്കൾ, മുസ്ലിമീങ്ങൾ മാത്രമായിരുന്നില്ല ശ്രോതാക്കൾ. നസറാനികൾ വരും, ജൂതന്മാർ വരും, ഭൗതികന്മാർ വരും, യുക്തിവാദികൾ വരും, എല്ലാവരും ആ സദസ്സിലുണ്ടാകും. 40 വർഷം അദ്ദേഹം വഅള് പറഞ്ഞിട്ടുണ്ട്. 40 വർഷം വഅള് പറഞ്ഞ് ജനങ്ങളുടെ ആധിക്യമുണ്ടായപ്പോൾ മജ്ലിസിനെ 2ആയി തരം തിരിച്ചു. ഒരു മജ്ലിസിന് റിബാത്ത് എന്ന പേര്, മറ്റൊരു മജ്ലിസിന് മദ്രസ എന്ന പേര്. മദ്രസയിലാണ് തൻ്റെ അടുത്ത ശിഷ്യന്മാർ പങ്കെടുക്കാറുള്ളത്. റിബാത്തിലാണ് അദ്ദേഹത്തിൻ്റെ മഹബൂബിങ്ങളും പല നാടുകളിൽ നിന്ന് വരുന്ന ആളുകളും പങ്കെടുക്കാറുള്ളത്. ഖാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രഭാഷണ വേദിയെ സംബന്ധിച്ച്, ആ സദസ്സിനെ സംബന്ധിച്ച് വർണ്ണിക്കാൻ വേണ്ടി ഒരു പിടി വരി കൊണ്ടുവന്നിട്ടുണ്ട്. മാല നിങ്ങൾക്കെല്ലാവർക്കും മനഃപ്പാഠമല്ലേ? അല്ലേ? മാല പഠന വിധേയമാക്കണം, മനഃപ്പാഠമാക്കണം. മലയാള ഭാഷക്ക് അക്ഷരങ്ങളിൽ ലിപികൾ വരുന്നതിൻ്റെ മുമ്പ് ഏത് എഴുതപ്പെട്ടിട്ടുണ്ട്? മാല രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുഞ്ചത്തെഴുത്തച്ഛൻ ആധ്യാത്മരാമായണം രചിക്കുന്നതോടുകൂടെയാണ് മലയാള ഭാഷയ്ക്ക് ഏത് വരുന്നത്, ലിപി വരുന്നത്, അക്ഷരം വരുന്നത്. അതുവരെ സംസാര ഭാഷ മാത്രമായിരുന്നു മലയാളം. തുഞ്ചത്തെഴുത്തച്ഛൻ ആധ്യാത്മരാമായണം രചിക്കുന്നതോടുകൂടെ മലയാള ഭാഷയ്ക്ക് ലിപി വന്നു, അക്ഷരങ്ങൾ വന്നു. അതിൻ്റെയും ദശകങ്ങൾക്ക് മുമ്പ് അറബി മലയാളം ഉപയോഗപ്പെടുത്തി ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മഹിതമായ ജീവിതം പറഞ്ഞു കൊടുത്തു. ആര്? ഖാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹു തൻ്റെ മാലയിലൂടെ. അതിൽ കാണാം, അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ റൂഹുമ്മ വീടെ വരുന്നോവർ അങ്ങീനെ തന്നെ മലായികച്ചന്മാരും അവരുടെ മജ്ലിസിൽ ഹാദിറാകുന്നോവർ ആവണ്ണം നമ്മുടെ ഖ്വാജ റസൂലുള്ള അവരുടെ റൂഹുമ്മ വീടെ വരുന്നോവർ അവരുടെ മജ്ലിസിൽ തുകിലിറങ്ങുന്നോവർ അവരുടെ വഅളാൽ പലരും ചായുന്നോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീന മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. ആ മജ്ലിസിൽ ആരൊക്കെയുണ്ട്? അമ്പിയാക്കളുടെ സാന്നിധ്യം, ഔലിയാക്കളുടെ സാന്നിധ്യം, മലായിക്കത്തിൻ്റെ സാന്നിധ്യം. എന്തിനെത്ര പറയണം? കണ്ണിൻ്റെ കുളിർമ, ജീവാർപ്പണത്തിൻ്റെ കേന്ദ്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ ആശീർവാദമടക്കമുണ്ടായിരുന്നു. ഹൃദയം പൊട്ടി മരിക്കാറുണ്ട് ചില ആളുകൾ ആ മജ്ലിസിൽ വെച്ച്. മാനസാന്തരമുണ്ടാകും, ആ മജ്ലിസിൽ റഹ്മത്തിറങ്ങും, എല്ലാവർക്കും അതുകൊണ്ട് വലിയ നേട്ടവുമുണ്ടാകും. ഇങ്ങനെ ജീലാനി റളിയല്ലാഹു അൻഹു വഅളിൻ്റെ മജ്ലിസ് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ് സംസാരമധ്യേ. ഇപ്പോൾ 7 പോയിന്റുകൾ പറഞ്ഞു. ഇനി 8ാമത്തെ പോയിന്റ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ രചനകളാണ്. നമുക്കാണ് സമയമില്ല എന്ന് പരാതി.
ജീലാനി റളിയല്ലാഹുവിൻ്റെ സമയവും നമ്മുടെ സമയവും ഒന്നാണ്. അവർക്ക് 24 മണിക്കൂറാണ്, നമുക്കും 24 മണിക്കൂറാണ്. പക്ഷേ ആ ഒരു സമയം നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയപ്പോൾ അല്ലാഹു തആല അവരുടെ സമയത്തിൽ വലിയ ബറക്കത്ത് ചെയ്തു കൊടുത്തു. ആ തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ എത്ര രചനകളാണ് പൊന്നു മക്കളെ തയ്യാറാക്കിയത് എന്നറിയോ? ഒത്തിരി ഗ്രന്ഥങ്ങൾ എഴുതി. അതിലൊന്നാണ് ഗുന്യത്ത് എന്ന കിതാബ്. അതിൻ്റെ ഉള്ളടക്കം എന്താണ്? ആത്മാവിനെ ഏത് രൂപത്തിൽ പരിപോഷിപ്പിച്ചെടുക്കാം, ആത്മാവിന് വേണ്ട വിഭവങ്ങളാണ് ഗുന്യ എന്ന കിതാബിൻ്റെ ഉള്ളടക്കം. അതുപോലെ മറ്റൊരു കിതാബാണ് അൽ ഫത്ഹുർ റബ്ബാനി വൽ ഫൈലുർ റഹ്മാനി. അതിൻ്റെ ഉള്ളടക്കം ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഓരോ ദിവസത്തെയും പ്രസംഗങ്ങളാണ്. അദ്ദേഹം എല്ലാ ഞായറാഴ്ച രാവിലെയും അതുപോലെ വെള്ളിയാഴ്ച രാവിലെയും ചൊവ്വാഴ്ച വൈകുന്നേരവുമാണ് പ്രസംഗിക്കാറുള്ളത്. ആ പ്രസംഗം അത് അദ്ദേഹത്തിൻ്റെ അഫീഫുദ്ദീൻ എന്ന് പറയുന്ന ശിഷ്യൻ പൂർണ്ണമായും ക്രോഡീകരിച്ച അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടുന്ന കിതാബാണിത്, അൽ ഫത്ഹുർ റബ്ബാനി വൽ ഫൈലുർ റഹ്മാനി എന്ന ഗ്രന്ഥം. അതുപോലെ ഫുതുഹുൽ ഗൈബ് എന്ന വേറൊരു ഗ്രന്ഥമുണ്ട്. അത് ജീലാനി റളിയല്ലാഹുവിൻ്റെ കൊച്ചു കൊച്ചു ലേഖനങ്ങളാണ്. അത് സ്വന്തം മകൻ അബ്ദുർ റസാഖ് എന്ന പേരുള്ള കുഞ്ഞു മുതഅല്ലിമായ മോന് തന്നെയാണ് വാപ്പാക്ക് വേണ്ടി ആ കിതാബ് ക്രോഡീകരിച്ചത്. അതുപോലെ അൽ ഫുതുഹാത്തുർ റബ്ബാനിയ എന്ന കിതാബ്, അതിൽ ജീലാനി റളിയല്ലാഹുവിൻ്റെ ദിക്റും പതിവ് കർമ്മങ്ങളും കവിതകളും എല്ലാം അതിലുണ്ട്. അതുപോലെ ബശായിറുൽ ഖൈറാത്തി അലാ സാഹിബിൽ ഖൈറാത്തിൽ ബയ്യിനാത്തി എന്ന കുതൈബുൻ സഗീർ, ചെറിയ സ്വലാത്തിൻ്റെ കിതാബ്, സിറുൽ അസ്റാർ എന്ന വേറെ കിതാബ്, ഇങ്ങനെ തുടങ്ങി ധാരാളം കിതാബുകൾ ജീലാനി റളിയല്ലാഹു എഴുതിയിട്ടുണ്ട്. എല്ലാം കനമുള്ള കിതാബുകളാണ്, എല്ലാം കനപ്പെട്ട കിതാബുകളാണ്. ജീലാനി റളിയല്ലാഹു ഇന്നുണ്ടായിരുന്നുവെങ്കിൽ ഒരുപാട് പുരസ്കാരങ്ങളോ അവാർഡുകളോ ലഭിക്കാൻ മാത്രമുള്ള പഠനങ്ങൾ അതിലുണ്ട്. കാരണം സിറുൽ അസ്റാർ എന്ന കിതാബ് നോക്കിയാൽ ആ കാലഘട്ടത്തിലെ 11 വ്യാജ ത്വരീഖത്തുകളെ നഖശികാന്തം എതിർക്കുന്നത് കാണാം. ഖലൂലിയ, ഹാലിയ, ഉലിയ, ഇയ, ഷംറായിയ, ഹിബ്ബിയ, ഹൂരിയ, മുത്തക്കാസില, മുത്തജാഹിയ, ഇബാഹിയ, ഇൽഹാമിയ, വാഖിഫിയ എന്ന പേരിൽ ആ കാലഘട്ടത്തിലെ കള്ള ത്വരീഖത്തുകളെ അർത്ഥസഹിതം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കമടക്കം അതിൻ്റെ വൈകല്യങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് ജീലാനി റളിയല്ലാഹു മനോഹരമായി അവതരിപ്പിക്കുന്നൊരു പഠനമുണ്ട്. അതുപോലെ ഇന്ന ബനി ഇസ്രാഈല തഫറഖ അലാ 72 മില്ല വതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല കുല്ലുഹും ബിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. ഈ സമുദായം 73 വിഭാഗമായി ചിന്നിച്ചിതറും എന്ന് പറയുന്ന ഹദീസ് കേട്ടിട്ടില്ലേ? ഈ സമുദായം 73 വിഭാഗമായി ചിന്നിച്ചിതറും. ജീലാനി റളിയല്ലാഹു എന്ത് ചെയ്തു? ആ 73 വിഭാഗത്തെ എണ്ണി. വലിയൊരു പഠനശാഖയാണത്. 32 വിഭാഗം ഷിയാക്കൾ, 15 വിഭാഗം ഖവാരിജ്, 12 വിഭാഗം മുർജിഅത്ത്, 6 വിഭാഗം മുഅ്തസിലത്ത്, 3 വിഭാഗം മുഷബ്ബിഹത്ത്, ജഹ്മിയ, കിലാബിയ, നജാരിയ, ളിറാരിയ. 72 വിഭാഗം. പിന്നെ 73ാമത്തേത് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ആ 72 വിഭാഗത്തെ ജീവിതത്തിലെ കഠിനാധ്വാനത്തിലൂടെ ജീലാനി റളിയല്ലാഹു എഴുതുകയും എണ്ണം പറയുകയും അതിൻ്റെ എല്ലാ വികല വീക്ഷണങ്ങളും ആദർശങ്ങളും എടുത്തുദ്ധരിക്കുകയും ചെയ്തു. ഇത്രയും വലിയ രചനകളുള്ളയാളാണ് ജീലാനി റളിയല്ലാഹു അൻഹു. ഇനി ആ ജീവിതത്തിലെ 9ാമത്തെ പോയിന്റ് അല്ലേ? 9ാമത്തെ പോയിന്റ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ കവിതയുടെ ചമൽക്കാരൻ. നല്ല കവിയായിരുന്നു ജീലാനി റളിയല്ലാഹു അൻഹു. നൊടിയുടെ നേരം കൊണ്ട് നന്നായി കവിതയുണ്ടാക്കും. മനസ്സിൻ്റെ ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന നല്ല നല്ല കവിതകൾ ഉദ്ധരിക്കാറുണ്ട്. മുതഅല്ലിമീങ്ങൾക്ക് തന്നെ മനപ്പാടമുള്ളൊരു കവിതയാണ് കഫാക റബ്ബുക കം യക്ഫീക വാകിഫതൻ കിഫ്കാഫുഹാ കകമീനിൻ കാന മിൻ കലിക തഖുറു കർറൻ കകർരിൽ കർരി ഫീ കബിദി തഹകീമു ശകശകതൻ കല്ലത് ലകൽ കലിക കഫാക മാ ബി കഫാകൽ കാഫു ഖുർബതഹു യാ കൗകബൻ കാന തഹകീ കൗകബൽ ഫലക. കാഫ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതിസങ്കീർണമായ നിഗൂഢാർത്ഥമുള്ള മനോഹരമായ കവിത. അതുപോലെ ആത്മീയതയുടെ മധുരമുള്ള മറ്റൊരു കവിതയാണ്. നിങ്ങളൊക്കെ പഴയ ഏടുകൾ നോക്കിയാൽ അതിൽ കാണാൻ പറ്റും. ജുദ്ബി ലുതുഫിക യാ ഇലാഹി മല്ലഹു സാദുൻ ഖലീൽ മുഫ്ലിസും ബി സിദ്ഖി യഅതി ഇൻദ ബാബിക യാ ജലീൽ ദംബുഹു ദംബുൻ അളീമു ഫഗ്ഫിരി ദംബൽ അളീമ ഇന്നഹു ശഖ്സുൻ ഗരീബു മുദ്നിബുൻ അബ്ദുൻ ദലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ
റസൂലുള്ളാ മിൻഹു ഇസ്യാനു വനിസ്യാനു വസഹ്ബുൻ ബഅദ സഹബ് മിൻക ഇഹ്സാനു വഫളലുൻ ബഅദ ഇഅതാഇൽ ജസീൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നല്ല നല്ല കവിതകൾ. ഇനി ആ ജീവിതത്തിലെ 10ാമത്തെ പോയിന്റ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരുപാട് പ്രതിസന്ധികൾ മറികടന്ന പ്രതിസന്ധികളും പരീക്ഷണങ്ങളുമാണ്. ഏതൊരു വലിയ വലിയ ആളുകൾക്കും അവർ വിജയത്തിലേക്ക് എത്തിയതിൻ്റെ പിന്നിൽ ഒരുപാട് പരീക്ഷണങ്ങളെ മറികടന്നത് കാണാം. ഷൈഖുന സുൽത്താനുൽ ഉലമയുടെ ആത്മകഥ വിശദാംശങ്ങളുള്ള വിശ്വാസപൂർവ്വം ഒന്ന് വായിച്ചു നോക്കൂ. നമ്മൾ ഉസ്താദിൻ്റെ അരുമ ശിഷ്യഗണങ്ങളല്ലേ. ഉസ്താദ് മറികടന്ന ഒരുപാട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാം. ഇത്രയും വലിയ ഉയരങ്ങളിലേക്ക് അല്ലാഹു തആല എത്തിച്ചത് ആ പ്രതിസന്ധികളിലൂടെ സഹിച്ചും ക്ഷമിച്ചും നടന്നപ്പോഴാണ്. ഈ അർത്ഥത്തിൽ ജീലാനി റളിയല്ലാഹു അൻഹു 5 പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളെ മറികടന്നിട്ടുണ്ട്. ഒന്നാമത്തേത് ഇബ്ലീസുൽ ലഈനിൻ്റെ പരീക്ഷണം. ഇബ്ലീസുൽ ലഈനിൻ്റെ പരീക്ഷണം അഥവാ അന്തരീക്ഷത്തിലൊരു പ്രകാശം പോലെ പ്രത്യക്ഷപ്പെട്ട് ഇന്നി ഹല്ലൽതു ലക കുല്ലൽ മുഹറമാത്ത്, എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഹലാലാക്കി തന്നു എന്നൊരു അശരീരി. ഉടനെ ജീലാനി റളിയല്ലാഹു അൻഹു ഇഖ്സാ യാ അയ്യുഹൽ ലഈൻ അഭിശപ്തൻ കടന്നുപോ എന്ന് പറഞ്ഞ് ആട്ടിയൊടിച്ചു. അപ്പോൾ ഒരു അന്ധകാരം ഇരുട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ പലരെയും ഞാൻ കുടുക്കാൻ നോക്കി, അവരെല്ലാം കുടുങ്ങി, നിങ്ങൾക്ക് കുടുങ്ങാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ ആത്മീയ വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ ഔന്നിത്യത്തിൻ്റെ ഗാംഭീര്യം കൊണ്ട്. ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഇബ്ലീസിൻ്റെ പരീക്ഷണത്തെ മറികടക്കാൻ കഴിഞ്ഞതെങ്ങനെ? ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ഹല്ലൽതു ലക കുല്ലൽ മുഹറമാത്ത്, എല്ലാ നിഷിദ്ധങ്ങളെയും നിങ്ങൾക്ക് ഹലാലാക്കി തന്നു എന്ന വാക്കാണ്, അത് ഇബ്ലീസിൻ്റെ വാക്കാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത്. ഒരു പരീക്ഷണം അങ്ങനെ. അതുപോലെ ആ നാട്ടിലെ 100-ലധികം പണ്ഡിതന്മാർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നു. പക്ഷേ ജീലാനി തങ്ങളുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ അവർ ചോദ്യം ചോദിക്കാൻ വളരെയധികം പ്രയാസപ്പെട്ടു. പക്ഷേ അവർ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങളേത്, അതിൻ്റെ മറുപടികളേത്, 100 കൂട്ടം ആളുകൾക്കും എല്ലാം ചോദ്യങ്ങളും മറുപടി പറഞ്ഞു കൊടുത്ത് ആ പരീക്ഷണത്തെയും മറികടന്നു. അതുപോലെ ഭൂതവർഗങ്ങളിൽപ്പെട്ട ചില ആളുകൾ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ വാള് തടസ്സപ്പെടുത്താൻ അദ്ദേഹം നിശ്ചയദാർഢ്യം എത്രമാത്രമുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടി കടന്നു വന്നു. അവിടെയും അദ്ദേഹം മറികടന്നു. അതുപോലെ ഹമ്മാദുദ് ദബ്ബാസി എന്ന ഗുരുനാഥൻ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ പരിശോധിച്ചു, അവിടെയും വിജയിച്ചു. ഖളിർ അലൈഹിസ്സലാം 2 തവണ അദ്ദേഹത്തിൻ്റെ അദബും അദ്ദേഹത്തിൻ്റെ സംസ്കാരവും എത്രമാത്രമുണ്ട് എന്നറിയാൻ വേണ്ടി പരിശോധിച്ചു. അഥവാ ഖളിർ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടിയ സമയത്ത് ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു. പിന്നീട് 1 വർഷം കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നീട് ആ മേഖലയിൽ നിന്ന് ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞ മേഖലയിൽ നിന്ന് ജീലാനി റളിയല്ലാഹു അൻഹു 1 വർഷത്തേക്ക് പോയിട്ടില്ല. കാരണം ഖളിർ എന്ന് പറയുന്ന ഉസ്താദ് പറഞ്ഞതിൻ്റെ പേരിൽ, അവിടെ നിൽക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ മേഖല വിട്ട് 1 വർഷത്തേക്ക് പോയില്ല. പിറ്റത്തെ വർഷമാണ് ഖളിർ അലൈഹിസ്സലാം കടന്നു വന്നത്. അപ്പോഴും പറഞ്ഞു ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അദബും സംസ്കാരവും പരിശോധിക്കാൻ വേണ്ടി പരീക്ഷണം നടത്തി അവിടെയും മറികടന്നു. അതുപോലെ ഒരു ദിവസം തന്നെ 40 തവണ വലിയ ശുദ്ധി ഉണ്ടായി, അങ്ങനെ പരീക്ഷിക്കപ്പെട്ടു. അപ്പോഴെല്ലാം ജീലാനി റളിയല്ലാഹു അൻഹു ആ പരീക്ഷണങ്ങളെല്ലാം മറികടന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ നിശ്ചയദാർഢ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഇനി ആ ജീവിതത്തിലെ 11ാമത്തെ പോയിൻ്റാണ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ കറാമത്തുകൾ, അത്ഭുതങ്ങൾ. ഒത്തിരി വിസ്മയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കറാമത്തുകളല്ല ഔലിയാക്കളാക്കുന്നത്. കറാമത്തുകൾ 2ാമത്തെ സ്റ്റേജിലാണ്. ജീലാനി റളിയല്ലാഹു അൻഹു ഏതേത് ഔലിയാക്കൾ എടുത്താലും ധാരാളം അത്ഭുതങ്ങൾ, കറാമത്തുകൾ, വിസ്മയങ്ങൾ അവരിൽ ഉണ്ടായിട്ടുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ആദാലി വലിയ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് ഫമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറൽതു അലൈഹി വലാ യസാലു യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു فإذا حببته كنت سمعه الذي يسمع به وبصره الذي يبصر به ويده التي يبطش بها ورجله التي يمشي بها ولئن سألني لأعطين ولئن استعاذني لأعيذن صدق رسول الله صلى الله عليه وسلم. അത് ഖുദ്സിയ ഹദീസാണ്. ഖുദ്സിയ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിപാദിക്കുന്ന ഹദീസുകളെ കുറിച്ചാണ് ഖുദ്സിയ ഹദീസ് എന്ന് പറയുന്നത്. അതിൽ കാണാം,
ഫർളുകൾ കാർക്കശ്യത്തോടുകൂടെ നിർവഹിച്ചാൽ, സുന്നത്തുകൾ ഉന്മേഷത്തോടുകൂടെ നിർവഹിച്ചാൽ അള്ളാഹുവിൻ്റെ മഹബത്ത് കിട്ടും. അള്ളാഹുവുമായി അടിസ്ഥാനപരമായി അടുക്കാൻ വേണ്ടത് ഫർലായ നിസ്കാരങ്ങളും ഫർലായ ദാനധർമ്മങ്ങളും അഥവാ സക്കാത്ത്, ഫർലായ ബാധ്യതകൾ, ഫർലായ ഇതൊക്കെ നിർവഹിക്കുമ്പോൾ അള്ളാഹുവുമായി അടിസ്ഥാനപരമായ ബന്ധമുണ്ടാകും. പിന്നെ സുന്നത്തുകൾ ധാരാളം നിർവഹിക്കുമ്പോഴോ ആ അടുപ്പം കൂടി കൂടി ഹറ്റാ ഉഹിബ്ബഹു, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടും, അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടും. നമ്മെ പടച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ പൊരുത്തം, സ്നേഹം ഇങ്ങോട്ട് കിട്ടും. ആ സ്നേഹം കിട്ടിയാൽ അയാളുടെ കണ്ണിനും കാതിനും കയ്യിനും കാലിനും നാക്കിനും വലിയ പവറാണ്. സാധാരണ നോട്ടമാവില്ല, സാധാരണ കേൾക്കലാവില്ല, സാധാരണ സംസാരമാവില്ല, സാധാരണ നടത്തമാവില്ല, സാധാരണ സ്പർശമാവില്ല. അത് അദ്ദേഹത്തിൻ്റെ കറാമത്തുകൾ നോക്കിയാൽ തന്നെ കാണാം. ഒത്തിരി കറാമത്തുകളുണ്ട് കേട്ടോ. ഇബ്നു ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിയ എന്ന കിതാബിൻ്റെ അവസാന ഭാഗത്ത് ഏറ്റവും കൂടുതൽ കറാമത്തുകൾ ഉദ്ധരിക്കപ്പെട്ട വലിയ എന്ന നിലയിൽ ജിലാനി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നത് കാണാം. ഈ വിനീതൻ്റെ അഭിവന്ദ്യ ഗുരുവര്യർ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് ഖുതുബുൽ അഖ്താബ് ജീലാനി എന്ന ഗ്രന്ഥം ജീലാനി റളിയല്ലാഹുവിൻ്റെ പേരിൽ മാത്രം എഴുതിയപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഫകറാമാതു അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു യസ്ഉബു അദ്ദുഹാ വയതഅദ്ദറു ഇഹ്സാഉഹാ ഫഹാകലു മഅൻ മിൻ കറാമാതിഹിൽ മുഷ്തഹറ. ജീലാനി റളിയല്ലാഹുവിൻ്റെ കറാമത്ത് ധാരാളമുണ്ട്. അല്പം പിടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണും കാതും കയ്യും കാലും നാക്കും അത്ഭുതം കാണിച്ച ഒത്തിരി സംഭവങ്ങൾ അതിൽ കാണാം. അതിൽ പെട്ടതാണ് മാംസം കഴിച്ചു തീർത്ത കോഴിയുടെ എല്ലിനോട് സ്വജീവിതത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ നാക്കുകൊണ്ട് പറഞ്ഞപ്പോൾ ആ കോഴി സ്വജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ആ നാക്കിൻ്റെ വല്ലാത്തൊരു പവർ. അതുപോലെ വഅള് പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു ഗരുഡൻ പക്ഷി, ഹിദഅത്ത് ഗരുഡൻ പക്ഷി, ആ വഅളിലെ പങ്കെടുക്കാൻ വേണ്ടി വന്ന ശ്രോതാക്കളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. ജിലാനി റളിയല്ലാഹു അൻഹു കാറ്റിനോട് കൽപ്പിച്ചു, യാ അയ്യുഹർ റീഹ് ഖുദി റഅസ ഹാദിഹി, ഈ ഗരുഡൻ പക്ഷിയുടെ തലയെടുക്കൂ. കാറ്റിനോട് കൽപ്പിച്ചു, കാറ്റ് വിധേയപ്പെട്ടു, ആ ഗരുഡൻ പക്ഷിയുടെ തലയെടുത്തു. പിന്നീട് ആ ഗരുഡൻ പക്ഷിക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്നുമുണ്ട് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ. ഒരു വേള വുളു എടുത്ത് വരുന്ന സമയത്ത് ഒരു കുരുവി അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കാഷ്ടിച്ചു, അല്ലെങ്കിൽ കാര്യം നിർവഹിച്ചു. ജീലാനിയർ ഒറ്റ നോട്ടം നോക്കിയതേ ഉള്ളൂ. ആ നോട്ടം അവിടെ പ്രതിഫലിച്ചു. ആ കുരുവിയെ ഒറ്റ നോട്ടം കൊണ്ട് വകവരുത്തപ്പെട്ടു. ഒരു ദിവസം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മച്ചിൻ്റെ പുറത്ത് നിന്ന് എലി ഇങ്ങനെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ നോട്ടം കൊണ്ട് അവിടെ പാഠം പഠിച്ചു. ടൈഗ്രീസ് നദി കരകവിഞ്ഞൊഴുകിയ സമയം ജീലാനി റളിയല്ലാഹു അൻഹു കമ്പ് കൊണ്ട് കുത്തി, ഇലാഹുന, ഇവിടം വരെ മതി, ഈ കമ്പിനേക്കാൾ അപ്പുറം വെള്ളമേ നീ അതിക്രമിച്ച് കയറരുത്, ഇലാഹുന ഇലാഹുന എന്ന് പറഞ്ഞ് കമ്പ് കുത്തിയതേ ഉള്ളൂ. പിന്നെ ആ കമ്പിനേക്കാൾ അപ്പുറം ആ കരകവിഞ്ഞൊഴുകിയിട്ടില്ല ടൈഗ്രീസ് നദി. അതുപോലെ ആ കാലഘട്ടത്തിലെ ഡോക്ടർമാരെല്ലാം പരാജയം ഏറ്റു സമ്മതിച്ച ഒരുപാട് രോഗികൾ ആ കരം കൊണ്ട് തലോടിയപ്പോൾ, ആ നാക്കുകൊണ്ട് അല്ലെങ്കിൽ ചുണ്ടുകൊണ്ട് മന്ത്രിച്ചപ്പോൾ അവർക്കെല്ലാം രോഗം മാറി, അവർക്കെല്ലാം വലിയ ശമനമുണ്ടായി. അതുപോലെ ജീലാനി റളിയല്ലാഹു അൻഹു വഅള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്തു. ഇപ്പോൾ ജീലാനി റളിയല്ലാഹു ഒരു പ്രയോഗം, ഇന്നി അജ്മ വഅൻത തുഫർരിഖ്, ഇന്നി അജ്മ വഅൻത തുഫർരിഖ് അംസിക് യാ അയ്യുഹൽ മതർ, ഞാൻ ആളുകൾ ഒരുമിച്ച് കൂട്ടുന്നു, നീ ജനങ്ങളെ ഛിന്ന ഭിന്നമാക്കുകയാണ്, അതുകൊണ്ട് മഴയെ വർഷിക്കരുത്, മഴയെ പെയ്യരുത്. ഇതൊന്നും വലിയ അത്ഭുതങ്ങളല്ല. ജീലാനി റളിയല്ലാഹു അൻഹു ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇസ്തിഖാമത്ത്, ഋജുവായ ജീവിതം, ഫർളുകളിലെ കാർക്കശ്യവും സുന്നത്തുകളിലെ ഉന്മേഷവും അതങ്ങ് നിർവഹിച്ചപ്പോൾ അല്ലാഹു തആല ആ കണ്ണിനും കാതിനും നാവിനും കൈകാലുകൾക്കും അനിതര സാധാരണമായ കഴിവുകൾ പ്രദാനം ചെയ്തു. അല്ലാഹുവേ, ഈ ഖുതുബിയത്തിൻ്റെ മജ്ലിസിൽ ആ കറാമത്തിൻ്റെ പ്രകടനം നൽകണേ റബ്ബേ, ആ കറാമത്തിൻ്റെ പ്രകടനം നൽകണേ അല്ലാ. നമുക്കും ഒരുപാട് മുറാദുകളില്ലേ, മറവി രോഗമുള്ളവരുണ്ടാകും. ഈ മജ്ലിസോടുകൂടെ നമ്മുടെ മറവി രോഗങ്ങളെല്ലാം മാറിക്കിട്ടണം. പഠനത്തിൽ ഉന്മേഷക്കുറവുള്ള കുട്ടികളുണ്ടാകും. ഈ മജ്ലിസോടുകൂടെ നമുക്ക് നല്ല ഉന്മേഷം വേണം. അതുപോലെ വീട്ടിൽ പ്രയാസമുള്ളവരുണ്ടാകും, വാപ്പമാർക്ക് കടമുള്ളവർ, വീട് ജപ്തിക്ക് വേണ്ടി വെച്ചത്, ഇങ്ങനെ തുടങ്ങി വീടുകളിൽ പ്രയാസമുള്ളതുണ്ടാകും. ആ പ്രയാസങ്ങളെല്ലാം ഈ ഖുതുബിയത്തിൻ്റെ മജ്ലിസോടുകൂടെ പരിഹരിക്കപ്പെടണം. അതുപോലെ നമുക്ക് മാനസികമായുള്ള ടെൻഷനുകൾ, ശാരീരികമായി രോഗമുള്ളവരുണ്ടാകും, പഠനത്തിന് തടസ്സമാകുന്ന രോഗമുള്ളവർ, അല്ലെങ്കിൽ കയ്യിന് കാലിന് വിള്ളലുകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് രോഗമുള്ള കുട്ടികളുണ്ടാകും. അതെല്ലാം ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് പരിപൂർണമായും പരിഹരിക്കപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
ജീലാനി റളിയല്ലാഹു അൻഹു കറാമത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ചു തരട്ടെ. ഷൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അടക്കം എല്ലാ ഗുരുനാഥന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഇനി ആ ജീവിതത്തിലെ 12ാമത്തെ പോയിന്റ്, ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 3 മൂല്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. അതെല്ലാ ചരിത്രകാരന്മാരും ജീലാനി തങ്ങളെക്കുറിച്ച് പറയുന്നവരെല്ലാം ആ 3 കാര്യങ്ങൾ എടുത്തു പറയാറുണ്ട്. അതിലൊന്നാമത്തേത് ഏതാണ്? അദ്ദേഹത്തിൻ്റെ വിനയമാണ്. എത്ര വലിയ ഉയരത്തിലേക്ക് എത്തിയിട്ടും അദ്ദേഹം ഇരിക്കാൻ ആഗ്രഹിച്ചത് ആരോടൊപ്പമാണ്? പാവപ്പെട്ടവരോടൊപ്പം, ചെറിയ കുട്ടികളോടൊപ്പം, അധസ്ഥിത വർഗങ്ങളോടൊപ്പം, പ്രയാസം അനുഭവിക്കുന്നവരോടൊപ്പം ഇരിക്കാനായിരുന്നു ആരുടെ പൂതി? ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ പൂതി. അത് വിനയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവമാണത്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ വിനയം പറഞ്ഞെടുത്ത് കാണാം. കാന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഅലിഫുൽ ബഈർ വയഖുമുൽ ബൈത്ത് വയഖ്സിഫുൻ നഅൽ വയർഖഉ ثوബ വയഅകുലു മഅൽ ഖാദിമി വയത്ഹനു മഅഹു ഇദാ അയ്യ വകാന ലാ യംനഉൽ ഹയാഉ വയഹ്മില ബിളാതഹു മിന സൂഖി ഇലാ അഹ്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയം, വീട്ടിൻ്റെ അകത്തളം മടിച്ചു വാരി വൃത്തിയാക്കും, ഒട്ടകത്തിന് പുല്ല് കൊടുക്കും, അതുപോലെ ചെരുപ്പിൻ്റെ വാററ്റ് പോയാൽ ചെരുപ്പ് തുന്നിപ്പിടിപ്പിക്കും, വസ്ത്രം കീറിപ്പോയാൽ തുന്നിച്ചേർക്കും, തൊഴിലാളിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, തൊഴിലാളി ക്ഷീണിച്ചു പോയാൽ അവരുടെ കൂടെ സഹായിക്കും, അതുപോലെ അങ്ങാടിയിൽ ചെന്ന് ശിരസിലേറ്റി ചരക്കുകൾ കൊണ്ടുവരാൻ, വഹിച്ചു കൊണ്ടുവരാൻ ഒരു മടിയും ആ നേതാവിനില്ല. ഇതൊക്കെ മുത്തുനബിയുടെ വിനയമാണ്. ആ മുത്തിൻ്റെ തിരുസുന്നത്ത് അപ്പടി ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത ആളാണ് ജീലാനി റളിയല്ലാഹു അൻഹു. ആ ജീലാനി തങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ ഒരു സ്വഭാവമാണ് വിനയം, താഴ്മ. രണ്ടാമത്തേത്, എപ്പോഴും വുളൂഉള്ള പ്രകൃതമായിരുന്നു. വുളു മുറിഞ്ഞാലും ഉടനെ വുളു എടുക്കും, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അത് നല്ലൊരു ശീലമാണ്. ഇൽമു പറയുമ്പോഴും ഇൽമു കേൾക്കുമ്പോഴും ഏത് വേണം? വുളു വേണം. അതൊരു സുന്നത്താണ്. ഇൽമിൽ ബറക്കത്തുണ്ടാകും. ജീലാനി റളിയല്ലാഹു എപ്പോൾ വുളു മുറിഞ്ഞാലും ഉടനെ വുളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ച ഘടകമാണേത്? എപ്പോഴും വുളു ഉണ്ടായിരിക്കുക എന്ന കാര്യവും വുളു എടുത്തു കഴിഞ്ഞ ഉടനെയുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും. 3ാമത്തെ സ്വഭാവമാണ് ഭക്ഷണം കൊടുക്കാനുള്ള പൂതി. ജീലാനി റളിയല്ലാഹു അൻഹു എല്ലാവർക്കും നന്നായി ഭക്ഷണം കൊടുക്കും. ജീലാനി തങ്ങളുടെ ഒരു വാക്ക് തന്നെ കാണാം, ഫത്തഷ്തുൽ അഅമാല കുല്ലഹ ഫമാ വജദ്തു ഫീഹാ അഫ്ളല മിൻ തആമി തആം അവദ്ദു ലൗ അന്ന ദുനിയ ബിയദി ഫൗതിമഹൽ ജിയാ. കർമ്മങ്ങളായ കർമ്മങ്ങളെല്ലാം ഞാൻ പരിശോധിച്ചു നോക്കി. ഏറ്റവും വലിയ കർമ്മമായി എനിക്ക് ബോധ്യപ്പെട്ടത് ഭക്ഷണം കൊടുക്കലാണ്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അതാണ് ഏറ്റവും വലിയ സുഹൃതം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അവദ്ദു ലൗ അന്ന ദുനിയ ബിയദി ഫൗതിമഹൽ ജിയാ. ഈ ദുനിയാവ് പൂർണ്ണമായും എൻ്റെ കരങ്ങളിലേക്ക് എത്തിയാൽ ഞാൻ കൊതിക്കുന്നത് അത് ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്കങ്ങ് ഭക്ഷണം കൊടുത്താലോ. ഗസയിലെ നമ്മുടെ പാവപ്പെട്ട സഹോദരി സഹോദരന്മാർ വലിയ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, പട്ടിണിയുടെ പരിവട്ടം, ഭക്ഷണം കഴിക്കാനില്ലാതെ, ഭക്ഷണമില്ലാതെ മരിക്കുക. ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അധ്യായം ഭക്ഷണം കൊടുക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ സഹോദരി സഹോദരന്മാർ ഫിലസ്തീനിൻ്റെ മണ്ണിൽ ഇന്നും ഭക്ഷണം കിട്ടാതെ മരിക്കുകയാണത്രേ. നമുക്ക് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അഥവാ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, ഭക്ഷണം കിട്ടാനില്ലാത്തത് കൊണ്ട് നെഞ്ചിൻ്റെ കൂട് കാണപ്പെട്ട് ലോകത്തോട് വിട പറയുന്ന സാഹചര്യം. ഏതായിരുന്നാലും ഭക്ഷണം കൊടുക്കുന്ന വലിയ പൂതിയായിരുന്നു ജീലാനി തങ്ങൾക്ക്. ഇന്നും ആ മക്കാമിൻ്റെ ഭാഗമായി വെള്ളം കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, ആ ഒരു വലിയൊരു ശീലം ഇന്നും നിലനിർത്തപ്പെട്ടിട്ടുണ്ട്. ജീലാനി എല്ലാ ദിവസവും രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒരു സുഫ്ര വിരിച്ചു കൊടുക്കും പാവപ്പെട്ടവർക്ക് വേണ്ടി. അതിൽ ഭക്ഷണം നിറയ്ക്കും, ആവശ്യക്കാരെല്ലാം കൊണ്ടുപോയിക്കോട്ടെ എന്ന് കരുതി. അതൊരു ഗോഡൗൺ ഉണ്ട്, ഒരു ഗോതമ്പിൻ്റെ ഗോഡൗൺ. അദ്ദേഹത്തിൻ്റെ പരിചാരകനോട് പറയും, ആ ഗോതമ്പിൻ്റെ ഗോഡൗണിൽ നിന്ന് ഗോതമ്പെടുത്ത് എല്ലാ ദിവസവും റൊട്ടി ഉണ്ടാക്കാൻ ആവശ്യപ്പെടും. എന്നിട്ട് എല്ലാവർക്കും അത് വിതരണം ചെയ്യും. ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ 3 സ്വഭാവ ഗുണങ്ങളാണ് പറഞ്ഞത്. ഇനി ആ ജീവിതത്തിലെ 13ാമത്തെ അധ്യായം എന്താണ്? ചെറിയ പദങ്ങളിലൂടെ വലിയ ആശയം കൊടുക്കുന്ന പ്രകൃതമായിരുന്നു ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റേത്. ചെറിയ പദങ്ങളിലൂടെ വലിയ ആശയങ്ങൾ, ചെറിയ പദങ്ങളിലൂടെ വലിയ ആശയങ്ങൾ. ഒരു ഉദാഹരണം പറയാം. അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗമാണ്, അൽ മുറാഇ സൗബുഹു നളീഫ് വഖൽബുഹു നജിസ് യസ്ഹദു ഫിൽ മുബാഹാത്ത് വയക്സുലു അനിൽ ഇക്തിസാബ് വയഅകുലു ബിദീനിഹി വലാ യതവറഉ ജുംലതൻ യഅകുൽ ഹറാമ സ്വരീഹ് യഖ്ഫ അംറുഹു അലൽ അവാമി വലാ യഖ്ഫ അലൽ ഖവാസി കുല്ലു സുഹുദിഹി വതഅതിഹി അലാ ളാഹിരിഹി വളാഹിറുഹു ആമിർ വബാതിനുഹു ഖറാബ്. ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ചിന്തോദ്ദീപകമായ ദിവസങ്ങളോളം വഅള് പറയാൻ കഴിയുന്ന ഒരു ചെറിയൊരു വാക്ക്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം?
മുറായി, പ്രകടനപരതയുള്ളവൻ, ചടങ്ങിന് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്നവൻ. അവൻ്റെ വസ്ത്രം നല്ല ഭംഗിയുണ്ട്, അവൻ്റെ ഹൃദയം മലീമസമാണ്. അൽ മുറായി സൗബുഹു നളീഫ് വഖൽബുഹു നജിസ്. പ്രകടനപരതയുള്ളവൻ, ആളെ കാണിക്കാൻ വേണ്ടി പഠിക്കുന്നത്, പഠിപ്പിക്കുന്നത്, തദ്രീസ് ചെയ്യുന്നത്, കുത്തുബിയത്ത് ചെല്ലുന്നത്, ആളെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന, ഇങ്ങനെ തുടങ്ങി ചടങ്ങിന് വേണ്ടി കാണിക്കുന്ന കാര്യങ്ങളെല്ലാം അവരുടെ ബാഹ്യം നോക്കിയാൽ നല്ല അലങ്കാരമുണ്ട്. പക്ഷെ അവരുടെ ആന്തരിക അവയവങ്ങളോ ഹൃദയമോ മലീമസമാണ്. അവർ ദീന് വിറ്റ് കാശാക്കുന്നവരാണ്, അവർ ദീന് വിറ്റ് കാശാക്കുന്നവരാണ് എന്ന് വലായ തവറഉ ജുംലതൻ. അവർക്കൊരു സൂക്ഷ്മതയുമില്ല. അവരുടെ കാര്യം പൊതുജനങ്ങൾക്കറിയില്ല എങ്കിലും പ്രത്യേകക്കാർക്ക് അവരുടെ കാര്യം അറിയാം. അവരുടെ ബാഹ്യം മാത്രമാണ് ആ സൗന്ദര്യമുള്ളത്, അവരുടെ ആന്തരികം താറുമാറാണ്, ഖറാബാണ്. അഥവാ ഇഖ്ലാസ് വേണം എന്നർത്ഥത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഇഖ്ലാസ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഇനി ആ ജീവിതത്തിലെ 14ാമത്തെ പോയിന്റ്, അവസാനത്തെ പോയിന്റ്, വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ആ ജീവിതത്തെ ഞാൻ ചുരുക്കാനില്ല. 14 പോയിന്റുകളിൽ ഒതുക്കിയതാണ്. ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഖുതുബുൽ അഖ്താബ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന കിതാബിന് എഴുതിയിട്ടുണ്ട്. ആ കിതാബ് എനിക്ക് മനഃപ്പാഠമാണ്. അത്രയും ഒരുപാട് മാറ്ററുകൾ അതിലുണ്ട്. മുത്തല്ലിമീങ്ങളായ മക്കളത് മുത്താല ചെയ്യണം. കിതാബുകൾ നന്നായി മുത്താല ചെയ്യുന്ന ശീലം നമുക്ക് വേണം. അല്ലാഹു തആല നല്ല പഠനവും നല്ല നിലവാരവും മികവും നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. 14ാമത്തെ പോയിന്റ് എന്നാണ് ജീലാനി റളിയല്ലാഹു അൻഹു മരണരംഗം. മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾ കൂടെയുണ്ട്. ജീലാനി തങ്ങൾക്ക് 4 ഭാര്യമാരിലൂടെ 49 മക്കളുണ്ടായിട്ടുണ്ട്. 4 ഭാര്യമാരിലൂടെ 49 മക്കൾ ജനിച്ചിട്ടുണ്ട് ജീലാനി റളിയല്ലാഹു അൻഹുവിന്. പക്ഷേ 35 മക്കളും ചോര പൈതങ്ങളായിരിക്കെ ലോകത്തോട് വിട പറഞ്ഞു. അതൊരു വലിയൊരു പരീക്ഷണമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്നൊരു പരീക്ഷണമാണേത്, കുഞ്ഞുങ്ങൾ ലോകത്തോട് വിട പറയുക എന്നത്. ചോര പൈതങ്ങളായിരിക്കെ 35 മക്കളും വിട പറഞ്ഞു. പിന്നെ ജീവിച്ചത് 14 മക്കളാണ്. ഒരു പെൺകുട്ടിയും 13 ആൺമക്കളും. അഥവാ മുഹമ്മദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അബ്ദുർ റഹ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുൽ ഗനി റളിയല്ലാഹു അൻഹു, അബ്ദുൽ ജബ്ബാർ റളിയല്ലാഹു അൻഹു, അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു, അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു, ഈസ റളിയല്ലാഹു അൻഹു, മൂസ റളിയല്ലാഹു അൻഹു, യഹ്യ റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, സാലിഹ് റളിയല്ലാഹു അൻഹു. ഈ മക്കളൊക്കെ ഔലിയാക്കളാണ്, വലിയ വലിയ മുത്താലിമീങ്ങളാണ്. ജീലാനി റളിയല്ലാഹുവിൻ്റെ 14 മക്കളാണ് ജീവിച്ചിരിപ്പുള്ളത്. 13 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. പെൺകുട്ടിയുടെ പേര് ചരിത്രത്തിൽ കണ്ടിട്ടില്ല. ഏതായിരുന്നാലും വലിയ വലിയ മുത്താലിമീങ്ങളായ വലിയ വലിയ ഇൽമിൻ്റെ അഹ്ലുകാരായ മക്കൾ മരിക്കുന്ന സമയത്ത് വാപ്പാൻ്റെ കൂടെയുണ്ട്. ആ മക്കൾ ചോദിക്കുന്നതാണ്, വാപ്പാ നല്ല ഉപദേശം വേണം. ഈ സമയത്ത് വാപ്പാ നല്ല ഉപദേശം വേണം. അവസാനമായി ജീലാനി റളിയല്ലാഹു കൊടുക്കുന്ന ഉപദേശം എന്താണ്? അലൈക ബിതഖ്വല്ലാഹ് വ അലൈക ബിത്വാഅത്തില്ലാഹ് വലാ തഖഫ് അഹദൻ സിവല്ലാഹ് വലാ തർജു അഹദൻ സിവല്ലാഹ് വഖീലിൽ ഹവായിജ കുല്ലഹാ ഇലല്ലാഹ് വത്ലുബ്ഹാ ജമീഅൻ മിനല്ലാഹ് വലാ തസിഖ് ബിഅഹദിൻ സിവല്ലാഹ് വലാ തഅതമിദ് ഇല്ലാ അലല്ലാഹ് അലൈക ബിത്തൗഹീദ് അത്തൗഹീദ് അത്തൗഹീദ് ജിമാഉൽ കുല്ലി തൗഹീദ്. ജീലാനി റളിയല്ലാഹു അൻഹു മുന്നിലിരിക്കുന്ന മക്കളിലൂടെ മാനവ സമൂഹത്തോടാണ് ഉപദേശിച്ചത്. അവസാനത്തെ വസിയത്ത് മക്കളെ, തഖ്വ മുറുകെ പിടിക്കണേ, ഭയഭക്തി മുറുകെ പിടിക്കണേ, അള്ളാഹുവിനനുസരിച്ചുള്ള ജീവിതം മുറുകെ പിടിക്കണേ. അള്ളാഹനെ മാത്രം ഭയപ്പെട്ടാൽ മതി. സൃഷ്ടികളെ ഭയപ്പെടേണ്ടതിൽ അള്ളാഹുവിനെ മാത്രം പേടിച്ചാൽ മതി. തൗഹീദ് മുറുകെ പിടിക്കണേ, ആദർശം മുറുകെ പിടിക്കണേ, ഈമാൻ മുറുകെ പിടിക്കണേ. ഇതായിരുന്നു അവസാനത്തെ ഉപദേശം. എന്നിട്ട് ഇസ്തഅൻതു ബിലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് 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 എന്ന് പറഞ്ഞ് ആ മഹാത്മാവ് ലോകത്തോട് വിട പറഞ്ഞു. പ്രൗഢഗംഭീരമായ ജീവിതത്തിൻ്റെ ഉടമ. ഹിജ്രി കലണ്ടർ പ്രകാരം 561 ഒരു റബീഉൽ ആഖിർ മാസം ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീലാനി റളിയല്ലാഹുവിൻ്റെ പൊരുത്തം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അവസാനമായി ഒന്ന് കേൾപ്പിക്കുകയാണ്. നമുക്ക് അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്ത് എന്താണ്? ആ നിഅമത്ത് ഇപ്പോൾ ജീലാനി തങ്ങളെക്കുറിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമല്ലേ ഉള്ളൂ. നേരെ മറിച്ചൊരു വഹാബിയുടെയോ മൗദൂദിയുടെയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയോ തബ്ലീഗ് ജമാഅത്തുകാരുടെയോ ഒക്കെ മനസ്സെങ്ങനെയാണ്? ജീലാനി എന്ന് കേൾക്കുമ്പോൾ അവർക്ക് വെറുപ്പാണ്. ജീലാനി റളിയല്ലാഹുവിൻ്റെ ജീവിതം എന്ന് കേൾക്കുമ്പോൾ അവർക്ക് വെറുപ്പാണ്. കറാമത്ത് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് ഒരു ട്രോളാൻ തോന്നുന്ന ഒരു ഉപകരണം മാത്രമാണ്.
ജീലാനി റളിയല്ലാഹുവിനെ കുറിച്ച് വഹാബികൾ എഴുതി വെച്ച ഒരു ഭാഗമുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കണം. അതായത് ബഗ്ദാദിൻ്റെ മണ്ണിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വിജ്ഞാനങ്ങൾ ഒഴുകിയെത്തിയത്രേ. അതിൻ്റെ ഭാഗമായി ഭാരതത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ചില അറിവുകൾ അത് ബഗ്ദാദിൻ്റെ മണ്ണിലേക്ക് ഒഴുകിയിരുന്നുവത്രേ. അതിൽപ്പെട്ടതാണ് സനാതനധർമ്മത്തിൻ്റെ ഭാഗമായ അദ്വൈത വിശ്വാസം, അഥവാ ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത വിശ്വാസം. ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ചാർവാകം, ലോകായതം. അത് ഹൈന്ദവ വിശ്വാസാചാരങ്ങളിലെ പല തലങ്ങളാണത്. അതിൽ ശ്രീ ശങ്കരാചാര്യരുടെ ആദർശമാണ് അദ്വൈത വിശ്വാസം. ഈ അദ്വൈത വിശ്വാസവുമായി ബന്ധപ്പെട്ട ശ്ലോകങ്ങളും കവിതകളൊക്കെ അതെങ്ങോട്ട് ബഗ്ദാദിൻ്റെ മണ്ണിലേക്ക് ഒഴുകിയിരുന്നു. അതുകൊണ്ട് യാതൊന്നു കാണൂവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ. ഈ ഒരു ശ്ലോകത്താൽ ആകൃഷ്ടനായ ശ്രീ ശങ്കരാചാര്യരുടെ ഒരു വക്താവാണ്, ശിഷ്യനാണ് ആര്? ജീലാനി എന്ന് പച്ചക്ക് എഴുതി വെച്ചു. ജീലാനി റളിയല്ലാഹുവിൻ്റെ വിലായത്തിന് അംഗീകരിച്ചില്ല. അതോടൊപ്പം ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഈമാനിനെ അംഗീകരിക്കണ്ടേ? ആ ഈമാനിനെയും അംഗീകരിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീലാനി തങ്ങളുടെ പൊരുത്തം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ഈ മജ്ലിസ് ചെറിയ മജ്ലിസല്ല, വളരെ വലിയ മജ്ലിസാണ്. ജീലാനി തങ്ങൾ പറഞ്ഞതാണ്. എന്നല്ല, അവർ പറഞ്ഞില്ലെങ്കിലും നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ നമുക്കുള്ള സഹായികളാണ്, അല്ലേ? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ നമുക്കുള്ള സഹായികളാണ്. അവരെ സ്നേഹിച്ചാൽ അവരിങ്ങോട്ട് വന്ന് സഹായിക്കും. അവരെ വിളിച്ച് തേടുന്നത്, ഇസ്തിഗാസ ചെയ്യുന്നത്, അത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പാരമ്പര്യമാണ്. എന്നെ 1000 വട്ടം വിളിച്ചു നോക്കൂ, ഞാൻ വന്ന് സഹായിക്കും. 1000 വട്ടം വിളിച്ചില്ലെങ്കിലും അവർ സഹായിക്കും. പക്ഷേ ഔലിയാക്കൾ അവരുടെ മെഹബൂബിങ്ങളെ ആത്മീയമായി എന്നിട്ട് പരിശോധിച്ച് നോക്കും. 1000 വട്ടം വിളിക്കാൻ പറഞ്ഞിട്ട് 1000 വട്ടം വിളിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊരു പരിശോധിക്കുക, ആത്മപരിശോധന. അപ്പോൾ മെഹബൂബിങ്ങൾ തമ്മിലുള്ള ഒരു പരിശോധന. ജീലാനി റളിയല്ലാഹു അൻഹു അൽഫൻ ബി ഖൽവതിഹി അസ്മൻ ബി ഹിമ്മതിഹി സർമൻ ലി ഗഫവതിഹി അജബ്തുഹു മുസ്രിഅൻ അജബ്തുഹു മുസ്രിഅൻ ബടി ബാക്കി. ജിലാനി റളിയല്ലാഹു അൻഹു 1000 തവണ എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ചു മഹാത്മാക്കൾ. എന്നിട്ട് 1000 തവണ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് 1000 തവണയോ അല്ലെങ്കിൽ കുറഞ്ഞ തവണ എന്തായാലും എല്ലാവരും കൂടി വിളിച്ച എണ്ണം തികയ്ക്കുമായിരിക്കും. ഏതായിരുന്നാലും ജീലാനി റളിയല്ലാഹുവിൻ്റെ പൊരുത്തവും അവരുടെ മദതും നമുക്ക് ലഭിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൻ്റെ ഗാംഭീര്യം കൊണ്ട് നമ്മുടെ എല്ലാവിധ മുറാദുകളും അല്ലാഹു തആല നിറവേറ്റി തരട്ടെ. ഖൈറിൻ്റെ വഴി അല്ലാഹു തആല തുറന്നു തരട്ടെ.